ഇതാ ഞാനിതല്ലോ ഇതുണ്ടാക്കിയപ്പോ കൊറേ കുറ്റം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചു വെള്ളില്ല കുക്കറും പാത്രവും ഒക്കെ സുയിപ്പാവും വിചാരിച്ചിനി. സംഭവം ഉണ്ടാക്കി കത്തുകൊണ്ട് നിന്നു. ഇപ്പൊ വെളുത്തോളൂ. എന്തൊരു മായാജാലം പോകണം. എനിക്കറിയാത്തൊരു വക്ക നല്ല അടിപൊളിയല്ലേ, പെട്ടെന്ന് പരിപാടി ചെയ്യൂ അല്ലേ? ഞാൻ വിചാരിച്ചിന്റെ കുക്കർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലൊരു കുക്കർ അതുപോലെ തന്നെ ചെറിയ ചക്ക ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റില്ല ഇടിച്ചക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പല ആൾക്കാർക്കും ചെയ്യാൻ ഇഷ്ടമാണ് കഴിക്കാൻ, പക്ഷെ ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അവരൊക്കെ ഇത് കണ്ടാൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ 2-3 ഇടിച്ചക്ക ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തോട്ടത്തിൽ നിന്ന്. അപ്പോൾ അതിലൊരു പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ പീസാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ നടു വെട്ടിയതിന് ശേഷം അതിലുള്ള ആ ഒരു കറ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ തടവി കൊടുത്തതാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് പോരും. പക്ഷെ ഞാൻ എടുത്ത ഈ ഒരു ചക്കയിൽ അത്യാവശ്യം വെളിഞ്ഞീനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു ഇത് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിരട്ടയിൽ ആ ഒരു ഇത് കൊണ്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് കയറി കിട്ടും. അപ്പോൾ അധികം ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുൾഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അവർ ഇടിച്ചൊക്കെ വെക്കാറില്ലേ, കൊത്തി അരിയലാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതൊരു കൊച്ചു കുട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതും നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഞാൻ മുള്ളെടുക്കാത്തതെന്നല്ലേ. അപ്പോൾ മുള്ളെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ കുക്കറിലിടാൻ പാകത്തിന് ഇതാ പീസ് ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ചുവണിയില്ല, അതും ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഞാനിങ്ങനെ കുഞ്ഞു പീസാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടും അത് ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ കുറേ പേരെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോ ചെയ്യണം, മേക്കപ്പ് വീഡിയോ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ ഓരോ വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഓൺലൈൻ സ്റ്റോറിലെ കളക്ഷൻ എന്തായാലും നമ്മൾ രണ്ടാമത്തെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. റോസ് പെറ്റൽസ് ഓൺലൈൻ സ്റ്റോർ എന്നാണ് നമ്മൾ ചാനലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ നസ്മി വ്ളോഗ് എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിയിൽ കാണാം കേട്ടോ നമ്മൾ രണ്ടാമത്തെ ചാനൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൽ വെറൈറ്റി കളക്ഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല ഹെവി പാർട്ടി വെയറൊക്കെ വെറും 1500-ന് 1200-നൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പോയിട്ട് കാണാം. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തപ്പോൾ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഉമ്മ. കാരണം ഉമ്മ അത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രംഗം കാണുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു നല്ല കയ്പ്പുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ആരും വെക്കാറില്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കില്ല. നമുക്കിതിൻ്റെ ഫൈനലാണ് ഉമ്മക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലും പ്രായമായ ആളുകളൊക്കെ ചിലപ്പം വഴക്ക് പറയാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കൊത്തി എടുക്കലായിരുന്നു, ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. പക്ഷേ നമ്മളിപ്പോൾ അതിനൊന്നും ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയാലേ നിങ്ങൾ ഒരിക്കലും ചക്കമ്മൽ ഉണ്ടാകുന്ന ഇടിച്ചക്ക ഒരിക്കലും അത് മിസ്സാക്കൂല. കാരണം എവിടെ നിന്നാണെങ്കിൽ നിങ്ങളത് കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കും കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഇടിച്ചക്കയും അതുപോലെയൊക്കെ ചക്ക കൂട്ടാനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ പഴയ കാലത്ത് ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. പക്ഷെ ഇപ്പം നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് പല ആളുകളും ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ചെയ്യാത്തതല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഏത് ടൈമിലും വന്നിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് ടൈമൊന്നും കളയണ്ട, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു സംഭവം റെഡിയാവും. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ഉള്ളിലുള്ള ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല വാഷ് ചെയ്യണം. എനിക്ക് ഒരുപാട് നേരം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെളി ഉണ്ടായിട്ടല്ല, നമുക്ക് ആ മുള്ളോടെയാണല്ലോ നമ്മൾ കുക്കറിലിട്ട് വേവിക്കണേ. അപ്പോൾ പിന്നെ ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തൊടിയിൽ ഇറങ്ങിയതിന് ശേഷം ചീരാപ്പറങ്കിയും അതുപോലെ തന്നെ തേങ്ങ ചെറുകിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ചീരാപ്പറങ്കിയൊക്കെ ഉണ്ടെങ്കിൽ അതാട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുക. കുക്കറിലേക്ക് അത് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ
ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ 4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും, പിന്നെ ഇതാ ചീരാപ്പറങ്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മുള്ളോടുക്കൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ 3 വിസിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിത് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി വേറെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരുന്നില്ലേന്ന്. ഈ ഒരു മുള്ളോടുക്കനല്ലേ നമ്മൾ പാകം ചെയ്തെടുത്തിട്ടുള്ളത്, ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ല. നമ്മൾ എങ്ങനെയാണോ കൊത്തി നുറുക്കി ഉണ്ടാക്കുന്നത് അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ മുള്ളെടുക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ കൈകൊണ്ട് പൊട്ടൊന്ന് ഉടയാൻ പറ്റിയതാണ്. അപ്പോൾ ചൂടോടെ ഉമ്മ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഈ മുള്ളെടുക്കാൻ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇവിടുത്തെ ഉമ്മാക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഉമ്മ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കും, ഇത് നമുക്ക് കഴിക്കാൻ കഴിയില്ല, ഒഴിവാക്കേണ്ടി വരും നീ ഇങ്ങനെ ഉണ്ടാക്കിയാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഇത് കണ്ടതിന് ശേഷം ഉമ്മ ആകെ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും സിമ്പിളാണോ, നല്ല ടേസ്റ്റ് ഉണ്ട്, കളറിന് ഒന്നും ഒരു മാറ്റമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചെടുക്കാൻ നമുക്ക് വെറും കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഉടച്ചെടുക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുക. കാരണം ഞാൻ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ മുള്ളിൻ്റെ ഭാഗം കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ഉടഞ്ഞു പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ 4 വിസിലിനാണ് ഓഫ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ കുറേ നേരം കുക്കറിൽ വെച്ചിട്ടില്ല, പെട്ടെന്ന് ആവി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, സോഫ്റ്റായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇതാ ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ വിചാരിച്ചതിന് അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. പക്ഷേ നമ്മളിത് ഉടച്ചെടുത്തപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുള്ള പാകത്തിനുള്ളത് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതാ നല്ല കറിവേപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറവിട്ടാലാണല്ലേ ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടി വറ്റൽമുളകൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത്. ഞാൻ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇതാ വറ്റൽമുളകും കരിവേപ്പിലും കുറച്ച് കടകൊക്കെ ഇട്ടിട്ട് ഇതാ തൂമിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വേറെ ടേസ്റ്റ്. നമ്മൾ വറ്റൽമുളക് ഏതൊരു ഐറ്റംസത്തേക്കും വറവിട്ടാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് നമ്മളിതാ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചക്കൻ്റെതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഏത് കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, സിമ്പിൾ റെസിപ്പിയാണ്. ഇനി ആരും ഇടിച്ചക്ക ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതാ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല, തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചീരാപറങ്കി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടാക്കിയപ്പോൾ കുറേ കുറ്റം പറഞ്ഞില്ലല്ലോ. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചു വെളിഞ്ഞില്ല, കുക്കറും പാത്രവും ഒക്കെ സുയിപ്പാവും വിചാരിച്ചിനി. സംഭവം ഉണ്ടാക്കി കത്തുകൊണ്ട് കഴിഞ്ഞു. ഇപ്പൊ വെളുത്തോൾ എന്തൊരു മായാജാലം പോകും. എനിക്കറിയാത്തൊരു വക്ക നല്ല അടിപൊളിയല്ലേ, പെട്ടെന്ന് പരിപാടി ചെയ്യൂ അല്ലേ. ഞാൻ വിചാരിച്ചിന്റെ കുക്കറും കേടുന്നു, കത്തിലോന്റെ എല്ലാം കേടുന്നു. ഉമ്മ ഞാനിത് ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോ ദേഷ്യം പിടിച്ചിട്ടോ. ഉമ്മ പറഞ്ഞേ ഉമ്മ പറഞ്ഞേ ഇങ്ങനൊന്നും കയ്യില്ല, എങ്ങനെ കാര്യം ഉണ്ടാക്കണ്ട, ആ മുള്ളൊക്കെ കളയാതെ മുള്ള് കളഞ്ഞിട്ടൊക്കെ നോക്കാൻ കുറേ ചൂടായി. അപ്പൊ ഞാൻ പറഞ്ഞേ അവിടെ തിക്കുമ്പോ ഞാൻ ഫൈനലി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉമ്മ പറഞ്ഞു എനിക്ക് കഴിക്കുന്നു കേട്ടോ. കഴിക്കുണ്ടോ? ടേസ്റ്റ് അടിപൊളിയല്ലേ. ഇനി ഉണ്ടാക്കൂല നിങ്ങള്? അല്ല ഇങ്ങളെ ഒറ്റക്ക് ഉണ്ടാക്കൂലേ? അടിപൊളി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യ, എല്ലാരും ഉണ്ടാക്കി നോക്കണ്ടേ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള നമ്മള് ഉപ്പേരി ഇല്ല, നല്ല ഒറിജിനൽ. അപ്പേ ഇത് ഏതൊരു ഉണ്ടാക്കാൻ കഴിയാത്തവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ. പക്ഷെ മറ്റെങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ അതിങ്ങനെ കൊത്തി. പക്ഷെ ഇത് പഴയ
കുറച്ചൊക്കെ ആദ്യം ഉണ്ടായതാണ് ഞാൻ അതൊക്കെ ചാരെങ്കിലും എരിഞ്ഞോ എന്തെങ്കിലും ഉമ്മാക്ക് ഇങ്ങനത്തെ ഒന്നും അരിയൽ അറിയില്ല കേട്ടോ. പഴയ പണികളൊന്നും അറിയില്ല. ഇതൊക്കെ ഞാൻ സ്വയമൊക്കെ പഠിച്ചത് ഇട്ടതാണ്. ഓരോരുത്തരും ഇങ്ങനെ ഇങ്ങനെ തലേന്ന് ഇങ്ങനെ ഊഹിച്ചുണ്ടാക്കി ഓരോരോ പണിയെടുക്കണം. ഇതൊക്കെ തന്നാ നല്ല രസമാണ്. അപ്പൊ ഇത് ഈ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇത് ഞാന് എന്താ അതിന്റെ ഇതില്ലേ നടു കട്ട് ചെയ്തിട്ട് അതിന്റെ വെളിഞ്ഞീന് ഞാൻ ജസ്റ്റ് വന്നിട്ട് എടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ പീസാക്കി അത് നല്ല കഴുകിയതിന് ശേഷം ഉപ്പിട്ടാട് കുക്കറിൽ വേവിച്ച് ഒരു 3 വിസിലായിട്ട്. ഇപ്പോൾ ഏതൊരാൾക്ക് ഉണ്ടാക്കാൻ അറിയാത്തല്ലോ ഒരു കുക്കർ ഒരു ഇതുണ്ടെങ്കിൽ പരിപാടി എളുപ്പാട്ടോ. അതിന് 3 വിസിൽ മതി. അതിന് കാര്യമായിട്ട് എന്തോ ഒന്നും വേണ്ടല്ലോ. നമ്മളെ കറിവേപ്പും കാര്യങ്ങളൊക്കെ, തേങ്ങ, ചീരുള്ളിയും ചെറിയ ഉള്ളി, വറ്റൽമുളക് പിന്നെ ഏത് കിട്ടാലും ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. എന്താ എൻ്റെ തലേക്കയ്യോ നമ്മൾ പുഡിങ്ങും ഉണ്ടാക്കാം. നിങ്ങൾ ഒരു 2-3 ഇട്ടാലേ. എൻ്റെ തലേക്ക് ഇടല്ലേ ഇട്ടൊക്ക. ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒന്നുകൂടി ഇട്ടോളേ. ഓക്കെ ബസ്. ഇത് കാല് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട്, ഇത് കാലിലിടല്ലേ. ആ ഫുള്ള് വെട്ടിയേരിട്ടൊക്കെ ഞങ്ങൾക്ക് ആർക്കും വെട്ടലിച്ചല്ല. അമ്മാക്കും എനിക്കും വെട്ടല. പിന്നെ ചില ദിവസം ഒരു അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഓട്സ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാള, പിന്നെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒരു പാകത്തിൽ വെള്ളമായിട്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. ഹസ്ബൻഡിക്ക് ഞാൻ സ്കൂളിൽ തന്നപ്പോൾ ഓനിത് ഇതാക്കണോ, ബൂസ്റ്റ് കളിക്കല്ലേ? ഞാൻ പാലുണ്ടെന്നാണ്. ഇതാ ഓന് സമൂസ അതുപോലെ തന്നെ കട്ട്ലേറ്റും വേണമെന്ന് അതവും വാങ്ങിച്ചിട്ടുണ്ട്. പഴംപൊരി വാങ്ങാൻ പോയത് സത്യം തന്നില്ല. കാരണം വേറെ എന്തൊക്കെയോ അവിടെ എനിക്കൊരു സമൂസ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെതാ എൻ്റെ ഫേവറേറ്റ് ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ പൊങ്ങ് കിട്ടും. അപ്പോൾ പൊങ്ങ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഈ കാണുന്ന ചെളിയല്ല തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കഴുകും. അപ്പോൾ വേറൊന്നും വിചാരിക്കരുത്, അതാണ്. അപ്പോൾ പൊങ്ങ് ഷേക്ക് അടിക്കണൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പൊങ്ങ് ഷേക്ക് അടിക്കില്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. കാരണം ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല മധുരമുണ്ട്. അപ്പം ഞാൻ പൊങ്ങാട്ടോ കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് പൊങ്ങ്. എന്നാലും എനിക്ക് പൊങ്ങിന് ഇഷ്ടമായിട്ട് ഞാൻ റോഡ് സൈഡിൽ നിന്ന് 250 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം ആൾക്കാർക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇത് നല്ല റേറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കിലോന് 250 രൂപയാണ് പൊങ്ങ്. റോഡ് സൈഡിലൊക്കെ ഇപ്പോൾ കാണാം. അപ്പോൾ അത് ഉമ്മ എനിക്കൊരു ചെറിയൊരു പാത്രം നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തേങ്ങ വെട്ടിയ ടൈമിൽ കുറച്ച് കിട്ടിയതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അതാ എനിക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പം നല്ല മധുരമുണ്ട്. കാരണം ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ തേങ്ങയിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയ തേങ്ങയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം നല്ല മധുരമുണ്ട് കഴിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന്ന് ഷേക്ക് ഉണ്ടാക്കണ്ട. കാരണം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പൊങ്ങ്. ഞാൻ എവിടേക്കെങ്കിലൊക്കെ പോകുന്ന ടൈമിൽ പൊങ്ങ് കണ്ടാൽ അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. അത്ര ഇഷ്ടമുള്ളൊരു സംഭവമാണ് തേങ്ങേൻ്റെ പൊങ്ങ് കേട്ടോ. അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെപ്പോലെ ഈ പൊങ്ങ് ഇഷ്ടപ്പെട്ട് ഭ്രാന്തന്മാരാരെങ്കിലും പൊങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.